ഞാൻ KSU പ്രവർത്തനായിരുന്ന കാലത്താണ് RSPയെക്കുറിച്ചും ശ്രീകണ്ഠൻ നായർ, TK ദിവാകരൻ, ബേബി ജോൺ ഈ ത്രിമൂർത്തികളെക്കുറിച്ചും അവരുടെ വീരകഥകളെക്കുറിച്ചും കേൾക്കാനിടയായിട്ടുള്ളത്. വിമോചന സമരകാലത്തെല്ലാം RSP ഒരു പ്രത്യേക നിലപാടായിരുന്നു. ഈറ്റ പുലികൾ എന്നാണ് അന്ന് മാധ്യമങ്ങൾ ഈ നേതാക്കന്മാരെക്കുറിച്ച്. കാരണം ആരുടെ മുമ്പിലും തലകുനിക്കാതെ ചങ്കൂറ്റത്തോടെ പോരാടുന്ന ഒരു പറ്റം ചെറുപ്പക്കാരുടെ നേതാക്കന്മാരായിട്ടാണ് ഇവർ 3 പേരും ഉയർന്നുണ്ട്. ഇവരുടെ കൂടെ മറ്റൊരുപാട് ആൾക്കാരുണ്ട്, KR ചുമാർ, അങ്ങനെ ഒരുപാട് ആൾക്കാർ കൂടെയുണ്ട്. പിന്നീട് കേരളം ഒട്ടാകെ ചുറ്റിസഞ്ചരിക്കാൻ തുടങ്ങിയപ്പോൾ കൊല്ലം ജില്ല, ചവറ, ആ പ്രദേശങ്ങളിൽ ഏറ്റവും ധീരരായ തൊഴിലാളി നേതാക്കന്മാരുള്ളതായിട്ടാണ് ബേബിജോണിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത്. ഇതിലൊക്കെ കേൾവികളാണ്. നേരിട്ട് പരിചയപ്പെട്ടത് 1970-ലാണ് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൽ പങ്കാളിയതിനു ശേഷം. അത് ഞാൻ APCC ജനറൽ സെക്രട്ടറിയാണ്. അച്യുതാനന്ദൻ ഗവൺമെൻറ് കാലത്ത് 1970 സെപ്റ്റംബറിൽ നടന്ന അസംബ്ലി ഇലക്ഷന് ശേഷം ഞാൻ ഉമ്മൻചാണ്ടിയൊക്കെ ആദ്യമായിട്ട് MLA ആയ വർഷമാണ്. അന്ന് അച്യുതാനന്ദൻ ഗവൺമെൻറ്റിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ TK ദിവാകരൻ സഭാ നേതാവാണ്. RS മന്ത്രിസഭ ചേരുന്നില്ല, കോൺഗ്രസ് പങ്കാളിത്തം ഉണ്ടെന്നുള്ള ഒരു കാരണം കൊണ്ട്. പിന്നീട് ആണ് RSPയെ കൂടെ മന്ത്രിസഭ ചേർക്കാനുള്ള ശ്രമം ആരംഭിച്ചത്. അപ്പോഴും കോൺഗ്രസ് മന്ത്രിസഭ ചേർന്നിട്ടില്ല. ഇന്ന് KPC പ്രസിഡന്റ് KK വിശ്വനാഥൻ വക്കീല. RSPയെ കൂടെ നിർബന്ധമായി അച്യുതാനന്ദൻ ഗവൺമെൻറ് ചേർക്കണം, അല്ലാതെ TK ദിവാകരൻ സഭാ മാത്രം പോരാ എന്ന് അതിശക്തമായൊരു ഒരഭിപ്രായം ജനാധിപത്യ മുന്നണിക്കകത്തുണ്ടായി. അപ്പോഴാണ് എറണാകുളത്ത് വെച്ച്, എൻ്റെ ഓർമ്മ എറണാകുളം BTHലാണ്, RSPയെ ഗവൺമെൻറ് പങ്കാളിയായ ചർച്ച നടത്തി. അത് കോൺഗ്രസ് കൂടെ പങ്കെടുക്കണമെന്ന് CPI നിർബന്ധം പിടിച്ചു. അന്ന് കോൺഗ്രസിനെ പ്രതികരിച്ച് പങ്കെടുത്തത് വിശ്വനാഥൻ വക്കീലും ഞാനുമാണ്, APC പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി. CPIയുടെ M. ഗോവിന്ദൻ നായരാണ്. ഇങ്ങനെയാണെന്നൊരു ഹൈക്കമാൻഡിൻ്റെ ഒരു ചുക്കാൻ പിടിക്കുന്ന ആളാണ്. RSPയെ പ്രതികരിച്ച് ബേബി ജോണാണ്. ചർച്ചകളൊക്കെ നടന്നു. പക്ഷെ അദ്ദേഹം ചർച്ചയെ മുഴുവൻ കേട്ട രീതിക്കല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല. എല്ലാം കേൾക്കുന്നു, നിശബ്ദനായി കേൾക്കുന്നു. പ്രതികരണമൊന്നും അറിയത്തില്ല, എല്ലാം കേൾക്കുന്നു. പ്രതികരണം യെസ് ആണോ നോ എന്നറിയത്തില്ല. ദീർഘമായ ചർച്ചയായിരുന്നു. സൗഹാർദ്ദമായി ഞങ്ങൾ പിരിഞ്ഞു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണമൊന്നും അറിഞ്ഞിട്ടില്ല. പിന്നീടാണ് എനിക്ക് തോന്നുന്നത് CPIയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം ബേബി ജോൺ TK ദിവാകരൻ മന്ത്രിസഭ ചേരാൻ തീരുമാനിച്ചു. TK ദിവാകരൻ ജലസേചനവും PWD, ബേബി ജോൺ റവന്യൂ. അന്ന് മുതൽ ഞങ്ങൾ ഏറ്റവും അടുപ്പക്കാരാണ്. രാഷ്ട്രീയ അടുപ്പക്കാർ മാത്രമല്ല, വ്യക്തിപരമായിട്ട് ഉമ്മൻചാണ്ടിയും ഞാനും ഞങ്ങളുടെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടാകുന്ന ഏത് പ്രതിസന്ധിയിലും ഉപദേശം തേടുന്ന ചുരുക്കം ചില നേതാക്കളിൽ പ്രമുഖനാണ് ബേബി ജോൺ. ഏത് പ്രശ്നം വന്നാലും ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കും. എൻ്റെ അതൊരു RSP കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ചല്ല, മൊത്തത്തിലുള്ള ഞങ്ങളുടെ ഏത് പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിക്കും. അന്ന് മുതൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ, രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ജീവിതത്തിൽ തന്നെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞങ്ങൾ അദ്ദേഹത്തിന്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയും ഞാൻ അദ്ദേഹത്തെ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അവസാനം വരെ അങ്ങനെ കണ്ടിട്ടുള്ളത്.
ഭരണാധികാരി എന്ന നിലയിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മന്ത്രിമാരിൽ പ്രമുഖനാണ് അദ്ദേഹം. 57 EMS ഗവൺമെൻറ് കാലത്താണ് ആദ്യം ഗൗരിയമ്മ ലാൻഡ് റിഫോംസ് പാസ്സാക്കിയത്. പക്ഷെ അത് അനുവാദം കിട്ടിയില്ല. പിന്നെ PT ചാക്കോയാണ് ഒരുപാട് അമെൻമെൻറ്റ്സ് കൊണ്ടുവന്ന് അത് പാസ്സാക്കിയത്. പക്ഷെ നടപ്പാക്കിയ അച്യുതൻ ഗവൺമെൻറ് കാലത്താണ് നടപ്പാക്കിയത്. കൊണ്ടുവന്നത് EMS ഗവൺമെൻറ് ഗൗരിയമ്മ. അത് ഭേദഗതികളോടുകൂടി നിയമമാക്കി അംഗീകാരം മേടിച്ചത് PT ചാക്കോ ആർ ശങ്കറിൻ്റെ കാലത്ത്. ആർ ശങ്കർ മുഖ്യമന്ത്രി. പക്ഷെ നടപ്പാക്കിയ അച്യുതൻ ഗവൺമെൻറ്. നടപ്പാക്കാനുള്ള ദൗത്യം കിട്ടിയത് ബേബിജോണ്. 35 ലക്ഷം പേർക്ക് പ്രയോജനമാണ്. കുടിയെടുപ്പുകാർക്ക് 3 സെൻറ്റ്, പഞ്ചായത്തിൽ 3 സെൻറ്റ് അല്ല 10 സെൻറ്റ്, മുനിസിപ്പാലിറ്റികളിൽ 5 സെൻറ്റ്, 5 സെൻറ്റ്, കോർപ്പറേഷന് 3 സെൻറ്റ്, അങ്ങനെ എൻ്റെ ഓർമ്മ. പിന്നെ കുടിയാന്മാർ ലക്ഷോപലക്ഷം അവർക്ക് ഭൂമി സ്വന്തമായി കിട്ടി. കുടിയെടുപ്പുകാർക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ മലബാറിലെ കുടിയാന്മാർക്കെല്ലാം അവർക്ക് പിന്നീട് വലിയ കർഷക പ്രമാണിമാരായിട്ട് മാറി. ജന്മിമാരുടെ കുടിയാന്മാരായിരുന്ന അല്ലെങ്കിൽ വാരം കൃഷിക്കാർ, അങ്ങനെയുള്ള പട്ടകൃഷിക്കാർ, അവരെല്ലാം 35 ലക്ഷം പേർ കുടുംബങ്ങൾക്ക് പ്രയോജനം കിട്ടിയ അതാണ് ഭൂപരിഷ്കരണ നിയമം. അപ്പോൾ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും സംശയമില്ല EMS ഗവൺമെൻറ് ഗൗരവമേ. അത് പ്രായോഗികമായി ഗവർണർ അംഗീകരിച്ച നിയമമായിട്ടുള്ളത് PT ചാക്കോ ആർ ശങ്കറിൻ്റെ കാലത്താണ്. പക്ഷേ അത് യഥാർത്ഥം നടപ്പാക്കിയത് അച്യുതൻ ഗവൺമെൻറ് ദേവജോൺ പത്മകുമാറാണെന്ന് റവന്യൂ സെക്രട്ടറി. വളരെ പ്രായോഗിക ബുദ്ധിയോടുകൂടി രക്തരഹിതമായി. എനിക്ക് പ്രത്യേക ഓർമ്മയുള്ളത് ഞാൻ ചേർത്തലക്കാരനാണ്. ചേർത്തലയിൽ മുഴുവൻ കുടിയെടുപ്പ് വരാം. ജന്മിമാർ കുറച്ച് പേരേ ഉള്ളൂ. സ്വന്തമായി ഭൂമിയുള്ളവർ കുറച്ച് ആൾ. ബാക്കിയുടെ എല്ലാം കുടികിടപ്പുകാരാണ്. എപ്പോഴും ഇറക്കി വിടാം. കുടിയിറക്കുന്ന നിയമം നിരോധിച്ച നിയമം നേരത്തെ വന്നതാണ്. ആദ്യം പട്ടണങ്ങളോടുള്ളത്, പിന്നെ ഗൗരിയമ്മ EMSന് ആദ്യ ഗവൺമെൻറ് കാലത്തുണ്ട്. പക്ഷെ എന്നാലും കുടിയെടുപ്പുകാരാണ് അവർ. അതുപോലെ ചേർത്തലയിൽ എനിക്കറിയാം, ചേർത്തല താലൂക്കിലെ അമ്പലപ്പുഴ താലൂക്കിലെ തീരപ്രദേശത്തെല്ലാം ഉള്ള മത്സ്യത്തുറകൾ എല്ലാം കുടിയെടുപ്പുകാരാണ്. എല്ലാം കുടിയെടുപ്പുകാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ പ്രദേശത്ത് എല്ലാവർക്കും കുടിയെടുപ്പുകാർക്ക് ഭൂമി കിട്ടി, കുടിയാന്മാർക്ക് ഒരു കർഷകരായി. അങ്ങനെയുള്ള ഒരു നിയമം കേരളത്തിൽ ആദ്യമായി രക്തരഹിതമായി നടപ്പാക്കാൻ അതിനുള്ള പ്രായോഗിക ബുദ്ധി ഓടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി നേതൃത്വം നൽകിയ ഒരു വലിയ നേതാവാണ്, വലിയ ഭരണാധികാരിയാണ് ശ്രീ ബേബിജോൺ. ഞാൻ എൻ്റെ അദ്ദേഹത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കി എന്നുള്ളതാണ്. അതിൻ്റെ പിന്നിൽ പലരുണ്ട്, മലബാർ മുതലുണ്ട്. ആദ്യത്തെ നിയമം കൊണ്ടുവന്നത് മുതൽ പിന്നെ രണ്ടാമത്തെ നിയമം. പക്ഷെ നടപ്പാക്കാനുള്ള ദൗത്യം, ആ മഹാദൗത്യം കിട്ടിയത് ബേബിജോൺ. അദ്ദേഹം അത് വിജയകരമായി നടപ്പാക്കി, വളരെ വിജയകരമായി നടപ്പാക്കി. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു കാലത്തും മറക്കാൻ വയ്യാത്ത സംഭാവന ഞാൻ കാണുന്നതാണ്. അദ്ദേഹം റവന്യൂ അല്ല, വിദ്യാഭ്യാസവും ലേബറും ഒക്കെ വളരെ ഭംഗിയായി നടപ്പാക്കിയിട്ടുണ്ട്. കാരണം പക്ഷെ എന്നാൽ ഞാൻ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സംഭാവന ഇതാണ്. നല്ല ലേബർ മിനിസ്റ്ററുമാണ്. കേരളം കണ്ട ലേബർ മിനിസ്റ്റർമാർ ഞാൻ കാണുന്ന ഏറ്റവും കൂടുതൽ ബേബിജോണിനെ TV തോമസിനെയാണ്. ഒരു ക്ഷമ, നേരം വിളിക്കുന്നവരെ ആൾക്കാർ ഇരുന്ന് ചർച്ച ചെയ്തത് പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നല്ല വിദ്യാഭ്യാസ മന്ത്രി എന്നതിൽ അദ്ദേഹം സംഘർഷങ്ങളില്ലാത്തൊരു വിദ്യാഭ്യാസ വകുപ്പായിട്ട് അദ്ദേഹം കൊണ്ട് നടന്നു. റവന്യൂ മന്ത്രി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഇതാണ് ഞാൻ
ഒരിക്കലും കേരളത്തിന് വിസ്മരിക്കാൻ കഴിയാത്ത, കേരളത്തിലെ പാവപ്പെട്ടവർക്ക്, കൃഷിക്കാർക്ക്, കുടികിടപ്പുകാർക്ക് ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു നേതാവാണ് ബേബി ജോൺ എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിതിൻ്റെ അവസരത്തിൽ ഒരു യാദൃച്ഛികമായിട്ടൊരു കാര്യം ആലോചിക്കുകയാണ്. ഇത്തവണ ഗവൺമെൻറ് ശേഷം കരുണാകരൻ്റെ ഗവൺമെൻറ്റൊന്നും കുറച്ച് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ മുഖ്യമന്ത്രി, അദ്ദേഹം ആ ഗവൺമെൻറ്റും വലിയ വളരെ ശക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ശക്തിയായിരുന്നു. ഏത് കാര്യത്തിലും അദ്ദേഹത്തിന് ഉപദേശിച്ചതേ ഉള്ളൂ. കാരണം ഒരുപാട് ഗവൺമെൻറ്റിനകത്ത് ഒരുപാട് സംഘർഷങ്ങൾ നടക്കുന്ന കാലം. കാരണം കുട്ടനാട് പ്രക്ഷോഭണം, കുട്ടനാട്ടിലെ കൃഷിക്ക് ഈ ജോൺ ജേക്കബിനെ പോലുള്ളവർക്ക് അവർക്ക് ശക്തമായ നിലപാടുണ്ട്. അപ്പോഴൊക്കെ റിക്കൺസൈൽ ചെയ്യാൻ വേണ്ടി ഓടിയെത്തുന്ന അദ്ദേഹത്തിന് സഹായത്തിലാണ്. അന്നൊരു ദിവസമാണ് നമ്മുടെ ടി കെ രാമകൃഷ്ണൻ, അന്തരിച്ചു പോയ ടി കെ രാമകൃഷ്ണൻ എം എ രാഘവനും കൂടെ സെക്രട്ടേറിയറ്റിൽ എന്നെ കാണാൻ വന്നു. ഒരു അപേക്ഷ തന്നു. എ കെ ജിയുടെ പേരിൽ ഒരു സ്മാരകമുണ്ട്. ഒരു പാർട്ടി ഓഫീസല്ല, എ കെ ജിയുടെ പേരിൽ റിസർച്ച് സെൻറ്റർ സ്ഥാപിക്കാൻ സ്ഥലം എന്നാണ്. ഒരു സ്ഥലം കണ്ടുപിടിച്ച് തന്നു. എ കെ ജി എനിക്ക് വലിയ വികാരപരമായ അടുപ്പുള്ള ആളാണ്. കേരളത്തിലെ ഉള്ള കാലത്ത് പോലും കാരണം മുഹമ്മദിൽ നടന്നതൊക്കെ ഞാൻ സുശീലഭവൻ. പിന്നീട് അടുത്ത കാലത്ത് അടുത്തതിന് ശേഷം ഏറ്റവും ആദരവുള്ളൊരു കാരണം ഒരു ജനങ്ങളുടെ കാര്യത്തിൽ ഇത്ര അർപ്പണം പോകുന്നത് ഉണ്ടാവില്ല. അദ്ദേഹത്തിൻ്റെ പേരിലൊരു ഞാനതിൻ്റെ മറ്റ് പ്രത്യാഘാതങ്ങളൊന്നും ആലോചിച്ചില്ല. കാരണം യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് വലിയ ഞാൻ മറ്റൊന്നും ആലോചിക്കാതെ സമ്മതിച്ച് റെഡി എന്ന് പറയും. ഞാൻ രവിയോടെ ഫോൺ വിളിച്ച ഞാൻ ഇങ്ങനെ ഒരു വാക്ക് കൊടുത്തോ? ഞാൻ കൊടുത്തല്ലോ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവർ തന്നത് ഇങ്ങോട്ട് അയക്കുകയാണ്, ഇത് കൊടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അത് കഴിഞ്ഞിട്ട് പത്മകുമാരനെ വിളിച്ച് ഡിസ്കസ് ചെയ്തു. പത്മകുമാരനൊക്കെ ഒന്ന് ചോദിച്ചു, വേണോ അങ്ങനെ കൊടുക്കും? അവിടെ തന്നെ ഞങ്ങൾ അതിവേഗം നടന്നു. അത് പിന്നീട് ഒരുപാട് വിവാദങ്ങളുണ്ടായി. അങ്ങനെ അത്രയും ആ സ്ഥലം കൊടുത്തതിനെക്കുറിച്ച് കൊടുത്തത് ശരിയായില്ല എന്നുള്ള വിവാദങ്ങളുണ്ടായി. പക്ഷെ അന്ന് ഞാൻ എ കെ ജിയുള്ള ആദരവിൻ്റെ പേരിൽ മറ്റൊന്നും ആലോചിക്കാതെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തപ്പോൾ അത് പെട്ടെന്ന് ഏതാനും ആഴ്ചകൾ കൊണ്ട് തന്നെ ഓർഡറാക്കാൻ അതിന് മുൻകൈ എടുത്തത് വിഷമിപ്പിച്ചോ. എനിക്കൊരിക്കലും വിഷമിക്കാതെ അതെൻ്റെ വാക്ക് വല്ലാതെ വിഷമിച്ചു പോയി. ടി കെ രാമകൃഷ്ണനോടും എം വി രാഘവനോടും ഞാൻ പറഞ്ഞ വാക്ക് ഉടക്കിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. മറ്റ് ക്യാബിനറ്റിലുള്ള ഉടക്കിടുന്ന അന്നത്തെ അന്തരീക്ഷതാണ്. അദ്ദേഹം ശരി നമുക്ക് ചെയ്തുള്ളൂ അപ്പാക്കി തരാൻ പറയുന്നുണ്ട്. പിന്നീട് ഞങ്ങൾക്ക് രാഷ്ട്രീയ ജീവിതത്തിൽ രണ്ട് മുന്നണിയായപ്പോഴും എല്ലാം ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളിലും ഉമ്മൻചാണ്ടി ഞാൻ അദ്ദേഹത്തെ സംസാരിക്കും. അദ്ദേഹം അതിന് വേറൊരു മുന്നണിയിലായതിനു ശേഷമാണെങ്കിലും അദ്ദേഹം അധികാരം ഉണ്ടാക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതൊക്കെ വ്യക്തിപരമാണ്. കേരളത്തിൽ മുന്നണി രാഷ്ട്രീയമാണല്ലോ, 60 മുതൽ മുൻമുന്നണി രാഷ്ട്രീയമാണ്. മുന്നണി രാഷ്ട്രീയത്തിൽ എപ്പോഴും പ്രതിസന്ധികളുണ്ടാവും. അച്ഛൻ്റെ ഗവൺമെൻറ് കാലത്തും മറ്റ് പ്രതിസന്ധി, ഞാൻ ഇരുന്ന കാലത്തും പ്രതിസന്ധി, കരുണാകരൻ്റെ കാലത്ത് എപ്പോഴും പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധികൾ ഇലയ്ക്കും മുള്ളും കീഴില്ലാതെ പരിഹരിക്കാനുള്ള അസാമാന്യമായ കഴിവ് കേരള രാഷ്ട്രീയത്തിൽ അത് പ്രകടിപ്പിച്ചുള്ള ഏറ്റവും നമ്പർ 1 നേതാവ് ഉപയോഗിക്കും. ഒരു വർഷത്തിൽ കേരള കിസിംഗർ എന്ന അദ്ദേഹത്തെക്കുറിച്ച് എല്ലാ മാധ്യമങ്ങളും എഴുതാൻ തുടങ്ങി. എല്ലാ മാധ്യമങ്ങളും എഴുതും. ചില സന്ദർഭത്തിൽ അദ്ദേഹം രാത്രിക്ക് രാത്രി കോഴിക്കോട്ടേക്ക് പോകും ബാബക്കിത്തങ്ങളെ കാണാൻ. പ്രതിസന്ധികൾ പരിഹരിക്കാൻ ബാബക്കിത്തങ്ങളും വലിയ പങ്കുവഹിക്കും. പുള്ളി CH മുഹമ്മദായിട്ട് വലിയ ക്ലോസാണ്, സഹോദരങ്ങളെ പോലെയാണ്. എന്നാലും അവസാന വാക്ക് ബാബക്കിത്തങ്ങളുടെ വേണം. അവിടെ പോയി ഉണ്ടായ എല്ലാ പ്രതിസന്ധികളും ബാബറി ബന്ദിസ്റ്റ് പൊളിച്ചതിന് ശേഷം
ഇടയ്ക്ക് കുറച്ച് നാളത്തേക്ക് ലീഗ് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചു. അതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ഏറ്റവും നമ്പർ 1 ആയിട്ട് പ്രവർത്തിച്ചതാണ്. അതുകൊണ്ടാണ് മാധ്യമങ്ങൾ പുറമേണ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ കിസിംഗർ എന്ന്. പ്രതിസന്ധികൾ വന്നാൽ ആ പ്രതിസന്ധികൾ എങ്ങനെ ഇലയ്ക്കും മുള്ളിലും കേടില്ലാതെ പരിഹരിക്കാം എന്ന് തീരുമാനിക്കും. അതിന് പ്രതിസന്ധി വന്നാൽ എല്ലാവരും അദ്ദേഹത്തെ ചുമതലപ്പെടുത്തും. അച്യുതനായാലും കരുണാകരനായാലും മറ്റ് രാഷ്ട്രീയക്കാരായാലും അവർ അദ്ദേഹം ചുമതലപ്പെടുത്തും. അദ്ദേഹം അത് പരിഹരിച്ചു കൊണ്ടുപോകും. പിന്നീട് ഞാൻ ആലോചിക്കുന്നൊരു കാര്യം, അത് വളരെ രസകരമാണ്. ഈ ബേബി ജോണും ടി കെ ദിവാകരനും കൂടെ ആലോചിച്ചിട്ട് കെ ബാലകൃഷ്ണൻ കുറച്ച് നാളായിട്ട് രാഷ്ട്രീയ രംഗത്ത് വിട്ടു നിൽക്കുകയാണ്. ഒരു ഇത്രയും നല്ല പ്രതിഭ, നല്ല പ്രാസംഗികൻ, നല്ല എഴുത്തുകാരൻ. ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ആഴ്ചതോറും ഞങ്ങളുടെ യാത്ര സ്കൂളിലെ കുട്ടികൾ രാഷ്ട്രീയം മറന്ന് വായിക്കാൻ ശ്രമിക്കുന്നത് കൗമുദി വാരിക. അതിൽ പത്രാധിപരുടെ ചോദ്യവും പിന്നെ ആ മുഖപ്രസംഗം ഇത് വായിക്കാതെ വായിക്കുന്നത്. അന്ന് മുതലേ ആരാധനയുള്ള ആളാണ് അത്. പക്ഷേ ഒരിക്കലും MLA ആയി പിന്നെ അങ്ങോട്ട് മങ്ങിപ്പോയി. പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് ബാലകൃഷ്ണനെ വീണ്ടും സജീവ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അപ്പോൾ പാർലമെൻറ്റ് സീറ്റിൻ്റെ ചർച്ചയായി. CPI 4 സീറ്റ് ആവശ്യപ്പെട്ടു, RSP 2 സീറ്റ് ആവശ്യപ്പെട്ടു. തർക്കം, ഭയങ്കര തർക്കം. ആലപ്പുഴ സീറ്റ് കൂടെ ഞങ്ങൾ തർക്കം. അമ്പലപ്പുഴ സീറ്റ് അടങ്ങും. അവസാനം ബാഫയ്ക്ക് തങ്ങളെ മധ്യസ്ഥനായിട്ട് വെച്ചു. വളരെ നീണ്ട ചർച്ചകളാണ്. അവസാനം ഒരു UDF ഏകോപന സമിതി. അപ്പോൾ ഞാൻ M.N. ഗോവിന്ദനായരും ഞാനുമാണ് ഏകോപന സമിതിയുടെ അച്യുതൻ ഗവൺമെൻറ് കാലത്തെ ഏകോപന സമിതിയുടെ കൺവീനർമാർ. ഞാൻ M.N. ഗോവിന്ദനായർ മന്ത്രിയായി കഴിയുമ്പോൾ ഞാൻ മാത്രമാണ് കൺവീനർ. അന്ന് M.N. ഗോവിന്ദനായർ മന്ത്രിയായി, ഞാൻ അതാണ് ഏകോപന സമിതി. അപ്പോൾ നാടകീയമായിട്ട് ബാബുക്ക് എന്നോട് പറഞ്ഞു, ആലപ്പുഴ സീറ്റ്, അമ്പലപ്പുഴ സീറ്റ് RSPക്ക് ഇരിക്കട്ടെ. CPIക്കാർക്ക് വളരെ വിഷമുണ്ടാക്കിയ തീരുമാനമാണ്. അന്ന് വൈകുന്നേരം ഞാൻ എന്നെ ടി കെ ദിവാകരൻ വിളിപ്പിച്ചു. ഞാൻ ചേർത്തല MLA. ടി കെ ആയിട്ട് എനിക്ക് നല്ല ബന്ധുവാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ബേബി ജോണും ഞാനും കൂടെ തീരുമാനിച്ചതാണ് ബാലനെ ഒന്ന് സജീവമാക്കാൻ. ആ തീരുമാനത്തോടെ ഞങ്ങൾ ഇത്ര വാശി പിടിച്ചതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ബാലനെ ജയിപ്പിക്കണം. ഞാൻ ചേർത്തല MLA. അപ്പോൾ ചേർത്തല താലൂക്കിലെ ബാലൻ്റെ ഇലക്ഷൻ്റെ നേരെ അനുസരിച്ചിരിക്കും. ഞാൻ ബാലകൃഷ്ണൻ ഞങ്ങളുടെ തീരപ്രദേശങ്ങൾ മുഴുവൻ പദയാത്ര പോലെ നടത്തി ഓർമ്മയിട്ടും. അപ്പോൾ കെ ബാലകൃഷ്ണനെ വീണ്ടും സജീവമാക്കി പാർലമെൻറ്റിലേക്ക് അയക്കും. അതിനെ മുൻകൈ എടുത്തത് ബേബി ജോൺ, ടി കെ ദിവാകരനാണ്. അദ്ദേഹം പിന്നെ ആദ്യം പാർലമെൻറ്റിലേക്ക് വലിയ സജീവം, പിന്നെ അവർക്ക് അദ്ദേഹം അല്ലാതെ പോലെ അങ്ങനെയുള്ള തങ്ങളുടെ അങ്ങനെ ആലോചിച്ച് നോക്കി പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇത്രയും ഒരു പ്രതിസന്ധികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിൽ പ്രതിസന്ധികൾ പരിഹരിക്കാൻ ബേബി ജോണിനെ പോലുള്ളൊരു നയചാതുര്യവും കഴിവും ഉള്ള അതിന് സമാനമായ ഒരാളെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇതാണ്. അത് കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്തത്, പക്ഷേ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തത് 3 കാർഷിക പരിഷ്കരണ നിയമം രക്തരഹിതമായി കേരളത്തിൻ്റെ പാകശാലി. വ്യക്തിപരമായി പറഞ്ഞാൽ പരിചയപ്പെട്ട് അടുത്തിപ്പം വന്നതിന് ശേഷം അടുക്കുന്തോറും കൂടുതൽ വിശ്വാസം വരികയാണ്. കൂടുതൽ വിശ്വാസം, ഏത് കാര്യവും തുറന്നു പറയാം എന്നുള്ള ഒരു വിശ്വാസം. അപ്പോൾ എൻ്റെ എനിക്കതൊന്നും മുമ്പ് ഞങ്ങളുടെ ഏറ്റവും ഏത് കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ആശ്രയിക്കാവുന്ന, ഓടിയെത്താവുന്ന ഉപദേശത്തിൻ്റെടാകാൻ ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ അവസാന കാലം എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയ കാര്യമാണ്.
ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ ഞാൻ മിക്കവാറും അവിടെ പോകും. എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. പങ്കാഷനും മറ്റുള്ളവരും എല്ലാം പുറത്ത് നിൽക്കും. വരും, തിരിച്ചു വരും, തിരിച്ചു വരും, തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷിച്ചിരിക്കുകയാണ്. പക്ഷെ അവസാനം ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പഴയ പോലെ ആകാൻ പ്രയാസമെന്നുള്ളത് എന്തായി ചോദിച്ചു പങ്കാഷം മന്ത്രിയായി. പിന്നെ കൊല്ലത്തേക്ക് താമസം മാറ്റി. കൊല്ലത്ത് താമസം വരുമ്പോഴും ഞാൻ ഇടയ്ക്ക് വന്ന് കണ്ടു മടങ്ങുമ്പോൾ എപ്പോഴും ഒരു പ്രതീക്ഷയുമുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു നാടിനും ജനങ്ങൾക്കും പാർട്ടിക്കും സഹപ്രവർത്തകർക്കും അത്രയേറെ ഒരു കാര്യം ചെന്ന് അദ്ദേഹത്തോട് പറഞ്ഞാൽ ആ പ്രയാസമുള്ളവരുടെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഏതറ്റവും പോയി. ഏതറ്റവും സമ്പന്നനായാലും പാവപ്പെട്ടവനായാലും ആരുടെയും പ്രശ്നങ്ങൾ, ഉദ്യോഗസ്ഥന്മാരുടെയും അവർ അദ്ദേഹത്തെ കണ്ടൊരാവശ്യം പറഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാക്കാൻ അദ്ദേഹം അവസാനം വരെ പോകും. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡേയ്സ് കണ്ടു മടങ്ങുമ്പോഴെപ്പോഴും എനിക്ക് വിലാസം. ഇന്ന് അവിടെയാണ് ഞാൻ അമ്മയെക്കുറിച്ച് ചോദിച്ചത്. ഇത്രമാത്രം ഒരു ഭാര്യ, ഇത്രമാത്രം ഒരു കഷ്ടപ്പെട്ടു, ഉറക്കമില്ലാതെ കഷ്ടപ്പെട്ട് കൂടെ നിന്ന് ഹോപ്പിംഗ് അഗൈൻ ഷോപ്പ് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടു വരുന്നത്. അങ്ങനെയൊരു അന്ത്യമാണ് അദ്ദേഹത്തിനുണ്ടായത്. അത് കേരളത്തിലെ കേരള രാഷ്ട്രീയത്തിന്, പൊതുസമൂഹത്തിന്, തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക്, സഹപ്രവർത്തകർക്ക് എല്ലാം ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരധികായനായ, വലിയ ഹൃദയമുള്ള, അനുകമ്പയുള്ള ഒരു നേതാവായിരുന്നു CBI ബൈജു. അദ്ദേഹത്തിൻ്റെ ചവറയിലെ ആ സ്മാരകത്തിൻ്റെ അനാച്ഛാദനത്തിന് ഷിബുവാണ് എന്നെ വിളിച്ചത്. ഞാനന്ന് പോയി. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് ഞാൻ എൻ്റെ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഒരു കാര്യം കൂടെ പറയാനായിട്ട് വിട്ടുപോയി. ഈ ചേർത്തല താലൂക്കിൽ എല്ലാ വർഷകാലത്തും കോളറ, മറ്റു ഉദരരോഗങ്ങൾ ഉണ്ടായി. ആൾക്കാർ എപ്പോഴും ആലപ്പുഴ മെഡിക്കൽ കോളേജ് ഒരുപാട് ആൾക്കാർ മരിക്കും, 100 ആൾക്കാർ. അപ്പോഴാണ് CBI ബൈജു മുൻകൈയെടുത്ത് ജപ്പാൻ കുടിവെള്ള പദ്ധതി കൊടുത്തത്. കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അദ്ദേഹം അന്ന് മന്ത്രി, ഞാൻ പ്രതിപക്ഷ നേതാവാണ്, പ്രതിപക്ഷത്ത്. ഞാൻ പറഞ്ഞു, എൻ്റെ നാട്ടിൽ ഈ എല്ലാ വർഷകാലത്തും ഇത് കണ്ട് മടുത്തിയ തൊഴിലുകളിൽ കണ്ടു ആൾക്കാർ കണ്ടു. അതിൽ ഈ കുടിവെള്ള പദ്ധതിയിൽ ചേർത്തലോട് ഉൾപ്പെടുത്തണം. അദ്ദേഹമാണിത് ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ ചേർത്തല ഉൾപ്പെടുത്തിയത്. പിന്നീടത് നടപ്പാക്കാൻ മുൻകൈയെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതിൻ്റെ തറക്കല്ലിട്ടത് ഉദ്ഘാടനം, തറക്കല്ലിട്ടപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയാണ്. ഉദ്ഘാടനം നടത്തിയപ്പോൾ പി ജോസഫ് അന്നത്തെ മന്ത്രി. ഉദ്ഘാടനം നടത്തിയപ്പോൾ ഞാൻ മുഖ്യമന്ത്രി തന്നെയാണ്. അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റാണെന്ന് തോന്നുന്നു. പക്ഷേ ഞാനാണ് വെള്ളം കൊടുത്തത്. ഞാൻ ഡിഫൻസ് മിനിസ്റ്ററാണ്. ആദ്യം മുഖ്യമന്ത്രിയാണ്. അങ്ങനെ CBI ബൈജുവിനെ അനുവദിച്ച് കുടിവെള്ള പദ്ധതി ജപ്പാൻ ചേർത്തലിലെ താലൂക്ക് മുഴുവനുള്ള മൂവാറ്റുപുഴയിലെ ആറ്റിലെ വെള്ളം ചേർത്തലേക്ക് കൊണ്ടുവന്ന് പള്ളിപ്പുറത്ത് റിസർവ് സ്ഥാപിച്ച് ചേർത്തലക്കാർക്ക് താലൂക്ക് ഒട്ടാകെ പൈപ്പ് വെള്ളം കൊടുക്കുക. ആ പദ്ധതി ചേർത്തലക്കാർക്ക് തന്നത് അദ്ദേഹമാണ്. അത് എൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ്. എനിക്ക് ഭാഗ്യം കിട്ടുന്നത് തറക്കല്ലിടാനും പിന്നീട് പൈപ്പ് വഴി ആദ്യത്തെ വെള്ളം കൊടുക്കാൻ യോഗത്തിന് അധ്യക്ഷൻ പി ജോസഫ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു. അതാണ് ചേർത്തലക്കാരൻ ചേർത്തലക്കാർക്ക് അതൊരു ഓർത്താൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പെട്ടെന്ന് ഓർത്ത കാര്യങ്ങൾ പറഞ്ഞേ ഉള്ളൂ.
ദൈവത്തോട് കുറിച്ചുള്ള ഓർമ്മകൾ അയവറയ്ക്കാൻ പറയാൻ ഒരുപാട് കാര്യങ്ങൾ കടന്നു ചെന്ന എല്ലാ മേഖലയിലും അദ്ദേഹം ചെയ്ത സേവനങ്ങൾ മുടക്കാൻ സാധ്യമല്ല. സമയത്തിനിടയിൽ ഇത്രയും കാര്യങ്ങൾ ഓർത്തെടുത്ത് പെട്ടെന്ന് ഓർത്ത കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അവസാനം ഞാൻ അവസാനമാണ് ചേർത്തക്കാർക്ക് ഉള്ളതെന്ന കാര്യം മറക്കാൻ പറഞ്ഞിട്ടില്ല. പങ്കുവച്ചതിൽ ഒരുപാട് സ്നേഹവും അമ്മയുടെ പ്രത്യേകം അന്വേഷണം പറഞ്ഞു കേട്ടു.